കടുത്ത സൈബർ ആക്രമണം നേരിടുന്ന കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ പിന്തുണച്ച് ഫോട്ടോഗ്രാഫർ ആഷിക് ആവണി. കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് രേണുവിനെതിരെ അശ്ലീല കമന്റുകൾ വരുന്നതെന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. തുണി അഴിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ രേണുവിനെതിരെ. തുണി അഴിക്കുന്നതൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് തുറന്നാൽ മതി. ഇൻസ്റ്റയിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ആരും ഈ പറയുന്നവർക്കെതിരെ പോസ്റ്റ് ഇടാൻ പോകാത്തത് എന്താണെന്നും ആഷിക് ആവണി ചോദിക്കുന്നു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കുറച്ച് ദിവസമായി ഒരു പോസ്റ്റ് ഇടണം എന്ന് കരുതുന്നു. ഇപ്പോൾ FB, ഇൻസ്റ്റ എന്ത് തുറന്നാലും രേണു സുധിയുടെ ഫോട്ടോഷൂട്ട് മാത്രമേ കാണാനുള്ളൂ. പിന്നെ ഈ കുട്ടി ഒരു സാധാരണ ഫാമിലിയിൽ ഉള്ളതായിരുന്നുവെങ്കിൽ ഇതുപോലെ കൊത്തിപ്പറിക്കാൻ ചെല്ലില്ലല്ലോ ആളുകൾ. ഇവള് കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയാൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരും ഈ പറയുന്നവർക്കെതിരെ പോസ്റ്റ് ഇടാൻ പോകാത്തത് എന്താണെന്നാണ് എനിക്കറിയാത്തത്. പിന്നെ സുധിയുടെ ലേബൽ വെച്ചുകൊണ്ട് ഇറങ്ങിയേക്കുക എന്ന് പലരും പറയുന്നുണ്ട്. അവൾ അവളുടെ ഭർത്താവിന്റെ ലേബൽ അല്ലാതെ ആരുടെ ലേബൽ വെക്കണം? തുണി അഴിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ രേണുവിനെതിരെ. തുണി അഴിക്കുന്നതൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് തുറന്നാൽ മതി. ഇവൾ എന്ത് തുണി അഴിച്ചു എന്നാ പറയുന്നത്? എത്രയോ ഫിലിം ആക്ട്രസ് ശരീരഭാഗങ്ങൾ കാണിച്ച് അഭിനയിക്കുന്നു. അതൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് ആസ്വദിക്കും. എന്നിട്ടാണ് ഇവന്മാരൊക്കെ ഇതും പൊക്കി പിടിച്ചോട് വരുന്നത്. സ്ത്രീകളടക്കം ആ കുട്ടിയെ അവഹേളിക്കുന്നു. നിങ്ങൾ തമിഴ് തമന്നയുടെ ഫിലിം കാണാറില്ലേ? നയൻതാരയുടെ ഫിലിം കാണാറില്ലേ? അതൊക്കെ ആസ്വദിക്കും. അതുപോലെ തന്നെയാണ് ഇതും. അത്രയും ഗ്ലാമറുമല്ല, അതുപോലെ തന്നെ തീപ്പെട്ടിക്കൊള്ളിയാണെന്നും പറയുന്നു. അല്ലെങ്കിൽ കുറെ ആസ്വദിച്ചേനെ. ലോക പരാജയമായ സ്വപ്ന സുരേഷിനൊക്കെ ഈ പെങ്കൊച്ചിനെ കുറിച്ച് വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? സ്വന്തം കണ്ണിലെ കമ്പ് നീക്കിയിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കാൻ വരാൻ? ആ പെൺകുട്ടിക്കും മക്കൾക്കും സന്മാൻസുകളുടെ സഹായം കൊണ്ട് ഒരു വീടുണ്ടാക്കി കൊടുത്തു. ആയതുകൊണ്ട് എല്ലാം ആയോ? ആയില്ല. അവർക്ക് ഇനിയും ജീവിക്കേണ്ടേ? നിങ്ങൾ ആരെങ്കിലും കൊടുക്കുവോ മാസം മാസം അവർക്കുള്ള ചിലവിന്? പിന്നെ എന്തിനാണ് ഈ പ്രഹസനം? ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. അഭിനയിച്ചോ, ഫോട്ടോഷൂട്ട് ചെയ്തിട്ടോ. ഈ പോസ്റ്റ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും നീ നല്ലതാണോ എന്ന്. ഞാൻ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുമില്ല. ഞാനും ഈ പറയുന്നവരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല ജീവിക്കുന്നത്.